സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വോയിസ് അയച്ചാൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ കാണൂല. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ അഡ്മിറ്റ് ആവുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ലേ? ചാപ്റ്ററിന്റെ പേര് കാണുന്നില്ലേ? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്നുള്ള കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. അതായത് നമുക്ക് എക്സാമിന് എത്ര മാർക്കിന് ചോദിച്ചു? 2019 മാർച്ച്. അതായത് ലാസ്റ്റ് എക്സാം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 നടന്നത്. 2020 നടന്നത്. 2021 ബാച്ചാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടില്ല. 2020 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. 2019 മാർച്ചിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ഈ ചാപ്റ്ററിന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. 2018 ഇവിടെ വന്നത് വെച്ചാൽ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, 2018 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 1 + 2 3. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് 80 മാർക്ക് എന്നുള്ള ടോപ്പിക് കവർ ചെയ്ത് വരികയാണെങ്കിൽ 80 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക, അക്കൗണ്ടൻസി എക്സാം. ഈ അക്കൗണ്ടൻസി എക്സാം 60 മാർക്ക്. അപ്പം ഇപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്നത് 120 അല്ലേ? ഡബിൾ 60ന്റെ ഡബിൾ അല്ല, 120 മാർക്കിന് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്ററിന് നോർമലായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് 2 മണിക്കൂറിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് 60 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 60 മാർക്കിനല്ല എക്സാം വരുന്നത്. അങ്ങനെ തന്നെ തോന്നുന്നു, മറന്നു പോയിട്ടുണ്ടൊക്കെ. AFS 100, മറ്റത് 80. അതായത് 80 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം വരുന്നതെങ്കിൽ 80ഉം 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഈ എക്സാം നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ ഡബിൾ ആയിരിക്കും. ഈ ചാപ്റ്ററിന് 3 മാർക്കിനാണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് നോർമൽ 3 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു 8 മുതൽ 9 മാർക്ക് വരെ ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഈ ചാപ്റ്ററിന് പഠിക്കാൻ. അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കേ നിങ്ങളോട് ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട, നല്ല സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയായാലും ഇപ്പം തന്നെ ഓൾറെഡി 3 മാർക്ക് ചോദിക്കുന്നുണ്ട്, 3 മുതൽ 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുക എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു 6 to 8 മാർക്കിന് എക്സാമിന് ഉണ്ടാവുന്ന ചാപ്റ്ററാണ് ഇത്. ഓക്കെ, എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. നിങ്ങൾ കേൾക്കുന്നെന്ന് വിചാരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് എന്താ, അക്കൗണ്ടിങ് ഡെഫിനിഷൻ എന്താ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ഐഡന്റിഫൈങ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. പണപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഐഡന്റിഫൈങ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? റെക്കോർഡിങ്. ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുന്നു? സമ്മറൈസിങ് ചെയ്യുന്നു. പിന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് 2 ഉണ്ട്. ഏതൊക്കെയായിരുന്നു എന്ന് പറ. ട്രാൻസാക്ഷൻസ് പറയൂ. മോണിറ്ററി ട്രാൻസാക്ഷൻസും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസും. മോണിറ്ററി ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് വെച്ചാൽ പണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് അതിലുണ്ടായിരിക്കും. നോൺ മോണിറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്കാ മീൻസ് ബിസിനസ് നടക്കുന്ന നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. മോണിറ്ററി ട്രാൻസാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസൊക്കെ അതിന് ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നില്ല, കാരണം താഴത്തൊക്കെ പറയാനുണ്ട്.
പിന്നെ പറയുന്നത് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ട്രാൻസാക്ഷൻസ്. നമ്മൾ മുകളിൽ ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ. രണ്ടാമത് ക്ലാസിഫൈ ചെയ്യുന്ന നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ലെഡ്ജർ. എന്താ ലെഡ്ജർ ക്ലാസിഫൈ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ സമ്മറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റർപ്രറ്റ് ചെയ്യുന്നു ആ റിസൾട്ട്, അതായത് ഫിനാൻഷ്യൽ പൊസിഷൻസ് എങ്ങനെയുണ്ട്, കിട്ടിയ ബാലൻസ് ഷീറ്റ് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ച് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുന്നത്, അത് കമ്മ്യൂണിക്കേഷൻ ടു യൂസേഴ്സ്, ആവശ്യമുള്ള ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അതിനെ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആരോ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ആരും അഡ്മിറ്റ് ചെയ്യേണ്ട, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത സമയക്കില്ല. ഈ റാഷിദ് സാഹലൊക്കെ എത്ര നേരമായി റാഷിദ് സാലേ? ഓക്കെ, ശ്രദ്ധിച്ചോ. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് വൺ ഇവിടെ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന, ഡെഫിനിഷനിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. AICPA. അതിൻ്റെ ഫുൾ ഫോം ആണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. എക്സാമിന് വൺ വേർഡ് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. വാട്ട് യു മീൻ ബൈ AICPA? എല്ലാവരും പറ. എന്താ AICPA ഫുൾ ഫോം? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഓക്കെ, ഇനി ഡെഫിനേഷൻ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡെഫിനേഷനാണ്. അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ് വിച്ച് ആർ in part of at least of a financial character and interpreting the result thereof. ഇത് ആ ടീം ഉണ്ടാക്കിയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് ആ ഡെഫിനിഷൻ നിങ്ങൾ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിക്കുക. ഇതിൽ എന്താണെന്നുള്ളത് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ചോദിക്കാറില്ല, പക്ഷെ AICPA ചോദിക്കാറുണ്ട്. അല്ലാതെ ഡെഫിനിഷനായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ? ഇതിന്റെ ഫങ്ഷൻസ് എഴുതാൻ പറ്റും. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ്. രണ്ടാമത്തത് അത് ക്ലാസിഫൈ ചെയ്യുന്നു. മൂന്നാമത്തത് സമ്മറൈസ് ചെയ്യുന്നു. നാലാമത് പറഞ്ഞു കഴിഞ്ഞാൽ മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ് വിച്ച് ആർ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുന്നു. ആൻഡ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട്. ഇത്ര കാര്യങ്ങൾ ഇനി ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു. എന്ത് AICPA ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. എക്സാമിന് കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് എക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. ഒരു ട്രാൻസാക്ഷനിൽ ഫിനാൻഷ്യൽ നാച്ചർ ഉണ്ടോ, ആ ട്രാൻസാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ട്രാൻസാക്ഷൻസ്, ഞാൻ ബിസിനസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് ഡെപ്പോസിറ്റഡ്. അതേമാതിരി ഞാനൊരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്തു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണ് ഫിനാൻഷ്യൽ, അതായത് എക്കണോമിക് ആയിട്ടുള്ള ഇവന്റ് ആണ്. അതായത് ട്രാൻസാക്ഷൻസ് ലിങ്ക് വിത്ത് ക്യാഷ് ഓർ ബാങ്ക് ആണ്. ക്യാഷ് ഓർ ബാങ്കുമായി ലിങ്ക് ഉണ്ട്. എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, അത് ക്യാഷും ബാങ്കുമായിട്ട് ലിങ്കും ഇല്ല. അതായത് ഒരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ആണ്, പക്ഷെ ഇത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. ഇത് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്തു, എന്ന് പറഞ്ഞ ഒരാൾക്ക് സെയിൽ ചെയ്തു.
ഒരാൾക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യണോ? രണ്ട് സെയിൽസ് ഉണ്ടാവും, ക്യാഷ് ഉണ്ടാവാം, ക്രെഡിറ്റ് ഉണ്ടാവാം. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുന്നത് ഫിനാൻഷ്യലാണ്. കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ക്യാഷ് കിട്ടൂലേ? അപ്പം അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതെന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണം. അതാണ് പറഞ്ഞത്. അതാണ് ഐഡന്റിഫൈ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ആരും എഴുതണ്ട കേട്ടോ, ടൈം ആൻഡ് തരൂ കേട്ടോ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF അയച്ചാൽ നിങ്ങൾ പ്രിന്റർ ബുക്കിലുണ്ട്, പ്രിന്റർ ബുക്കിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫൈ. നിങ്ങളിപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസ് ആക്കി. ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ഏത്? പറ. ഹലോ. അപ്പോൾ ഇങ്ങനെയാണ് പറയാം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ. അപ്പൊ നമ്മൾ ഏത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലിങ്ക് അതിലുണ്ടാവണം. രണ്ടാമത്തതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയില്ല? ശ്രദ്ധിക്കണേ. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു എവിടെ? ജേണൽ. ആ ജേണലുള്ള സാധനം ക്ലാസിഫൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ബാക്കിൽ നിന്ന് മുന്നോട്ട് വരികയാണ്. ജേണലിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ലേ? ജേണലിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ലേ? നിങ്ങൾ പറ. ഉണ്ടാവും. ആ ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യാം. അതായത് ക്യാഷ് മൊത്തം ഒരു സ്ഥലത്ത്, ബാങ്ക് മൊത്തം ഒരു സ്ഥലത്ത്, പിന്നെ പർച്ചേസ് മൊത്തം ഒരു സ്ഥലത്ത്, സെയിൽസ് മൊത്തം ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഓരോന്നായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഈ ക്ലാസിഫൈ ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ്, അക്കൗണ്ടാണ്. ക്ലാസിഫൈ ചെയ്യുന്ന അക്കൗണ്ടാണ്, എന്നെ പറഞ്ഞ പേരാണ് ലെഡ്ജർ. അതായത് കുറേ ട്രാൻസാക്ഷൻസ് ജേണൽ ഉണ്ടാവും. അത് ഓരോന്ന് ഇപ്പൊ ക്യാഷുമായി ബന്ധപ്പെട്ടതൊക്കെ ക്യാഷിന്റെ ലെഡ്ജറിൽ, ബാങ്കുമായി ബന്ധപ്പെട്ടതൊക്കെ ബാങ്കിന്റെ ലെഡ്ജറിൽ, പർച്ചേസുമായി ബന്ധപ്പെട്ടതൊക്കെ പർച്ചേസിന്റെ ലെഡ്ജറിൽ, സെയിൽസുമായി ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ സെയിൽസിന്റെ ലെഡ്ജറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ. ആ ജേണലിൽ സെയിം നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ സ്ഥലമാണ്, റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് അല്ലെങ്കിൽ സ്ഥലമാണ് ലെഡ്ജർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്ന് നോട്ട് ചെയ്താൽ ടൈം തരും കേട്ടോ. റെഡി? ഹലോ. ഓക്കെ. അടുത്തത് അപ്പൊ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തു? നമ്മള് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സമ്മറൈസേഷൻ. വാട്ട് യു മീൻ ബൈ സമ്മറൈസേഷൻ? നിങ്ങൾക്ക് അറിയാം സമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറടോ, എന്താ സമ്മറൈസേഷൻ ഉദ്ദേശിക്കുന്നത്? തരംതിരിക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ മീൻ പിടിക്കാൻ പോണ സമയത്ത് ഒരു ബോട്ടിൽ എന്തുണ്ടാവും? കുറേ മീൻ ഉണ്ടാവില്ലേ? ആ ഓരോ മീൻ എന്ത് ചെയ്യണം? നമ്മള് മത്തി വേറെ, അയില വേറെ, കോര വേറെ എന്നുള്ള തരംതിരിക്കുന്ന സ്റ്റെപ്പിനെ പറഞ്ഞ പേരാണ് ക്ലാസിഫിക്കേഷൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ സമ്മറൈസേഷൻ. സമ്മറൈസിങ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സമ്മറൈസേഷൻ 3 സ്റ്റെപ്പിലൂടെയാണ് സമ്മറൈസേഷൻ പോവുക. ഒന്നാമത്തത് ട്രയൽ ബാലൻസ്, സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ 3 സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത്, സമ്മറൈസേഷനിൽ വരുന്നത്. ഏതൊക്കെ? ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇറ്റ്സ് എ സമ്മറൈസേഷൻ പ്രോസസ്. അപ്പോൾ ജേണൽ കഴിഞ്ഞു. എന്തൊക്കെ പറയാം നമുക്ക്? എങ്ങനെ പറയാം? അങ്ങനെ ഇങ്ങനെ പഠിക്കില്ല കേട്ടോ. ഓർഡർ സ്റ്റെപ്പൊക്കെ ചോദിക്കുന്നുണ്ട് എക്സാമിന്, കാണിച്ചു തരാൻ. ജേണൽ കഴിഞ്ഞു, അതിനുശേഷം ലെഡ്ജർ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ എന്താക്കുന്നത്? ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതിനുശേഷം എന്തുണ്ടാക്കും? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഇങ്ങനെയല്ലേ പഠിച്ച്? അങ്ങനെയല്ലേ പഠിച്ച്? ജേണൽ എഴുതി കഴിഞ്ഞാൽ നേരെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കല്? ജേണൽ എഴുതി കഴിഞ്ഞാൽ നേരെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക അല്ലല്ലോ? ജേണൽ കഴിഞ്ഞാൽ ലെഡ്ജർ ഉണ്ടാക്കും. ലെഡ്ജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് വരും കേട്ടോ. നെക്സ്റ്റ് വൺ അനാലിസിസ് ചെയ്യുക. എന്താ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം, പ്രോഫിറ്റ് ലോസ് ഒക്കെ, പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ ഇല്ലേ? ഇല്ലേ? ഹലോ, പോയോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും? GP അല്ലെങ്കിൽ NP മനസ്സിലാവും അല്ലേ? ഇല്ലടോ. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് ആണോ നെറ്റ് പ്രോഫിറ്റ് ആണോ മനസ്സിലാക്കാൻ പറ്റും. ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എത്ര രൂപന്റെ ആസ്തി ഉണ്ട്, എത്ര രൂപന്റെ ലാബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ആണോ? അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ അനലൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? കമ്മ്യൂണിക്കേഷൻ പറയൂ. കമ്മ്യൂണിക്കേഷൻ വിവരിച്ചെടുക്കുക. ഓക്കെ. ഇന്റർപ്രിട്ടേഷൻ, അതാണ് ഇന്റർപ്രിട്ടേഷൻ ആണ് വിവരിച്ചെടുക്കുക. ഫിഫ്ത്ത് വൺ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിന്റെ കണക്കുകൾ കാര്യങ്ങൾ എൻ്റെ അനിയൻ എന്ത് ചെയ്യുന്നു? എനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. എന്തിനെനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു? ഞാൻ അതിൻ്റെ ഓണറാണ്. ഓണറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണ്? എനിക്ക് ലാഭമാണോ നഷ്ടം കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ അക്കൗണ്ടന്റിനെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് പ്രോഫിറ്റ് കൂടുതലാണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറവാണോ എന്ന് മനസ്സിലാവുക ചെയ്യാം. അതേമാതിരി നമ്മൾ ഗവൺമെന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനായിരിക്കും ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക? ഗവൺമെന്റ് തന്നെയായിരിക്കും നമ്മളെ അക്കൗണ്ട്സും കാര്യങ്ങളും. പ്രോഫിറ്റ് കൂടുതലുണ്ടോ നോക്കും ഗവൺമെന്റ്. അതെ, പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ ടാക്സും കൂടുതലായിരിക്കും. അപ്പൊ ഗവൺമെന്റിന് അത് കുറച്ച് പറയുന്നുണ്ട് കേട്ടോ, ആരൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം മെയിനായിട്ട് സ്ഥാപനത്തിന്റെ ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പുറമേ ഉള്ള ആൾക്കാർ. സ്ഥാപനത്തിന്റെ പുറമേ ഉള്ള ആൾക്കാരെ പറഞ്ഞവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയും കേട്ടോ ആരൊക്കെയാണ് ഇന്റേണൽ ആരൊക്കെയാണ് എക്സ്റ്റേണൽ എന്ന് പറയും. അപ്പം ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കാറുള്ളത്. അപ്പൊ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് പറയാം? ശ്രദ്ധിച്ചോ കേട്ടോ, അതിന് ഡീപ്പായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോട്ടോ. ഐഡന്റിഫൈങ് and recording of financial transactions. Okay, transactions and event recording to the financial characters ഉള്ള transactions റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതെന്ത് ചെയ്യണം? അത് നമുക്ക് ഓക്കെ അത് വേണ്ട. പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ജേണൽ.
ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ജേർണലൈസിങ്. ഇതാണ് ഇങ്ങനെ ലെഡ്ജർ ജേർണൽ ഉണ്ടാവുക. ജേർണലിന്റെ ഫോർമാറ്റിംഗ് അല്ലായിരുന്നു ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനല്ലേ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ, നരേഷൻ, ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? അപ്പം ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ പോയിന്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഐഡന്റിഫൈങ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ആദ്യം എഴുതേണ്ടത് എന്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറയാം. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിനെ പറഞ്ഞ പേരാണ് ജേണൽ എന്ന് പറയാം. ഈ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ജേർണലൈസിംഗ് എന്ന് പറയാം. ഈ 3 പോയിന്റും ആ പോയിന്റിന്റെ കൂടെ നിങ്ങൾ എഴുതണം. നിങ്ങൾ മാർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. രണ്ടാമത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ആഫ്റ്റർ റെക്കോർഡിങ് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻസ് ആർ ടു ബി ക്ലാസിഫൈ ചെയ്യുക. നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം, ഒരു ഓർഡറിലായിരിക്കണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ടു ബി മെയ്ഡ് ഇൻ ദി സിസ്റ്റമാറ്റിക് ബേസിലായിരിക്കണം. സിസ്റ്റമാറ്റിക് ആയ ഒരു ഓർഡറിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ. അതെങ്ങനെ വെച്ചാൽ സിമിലർ ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത്, അതായത് ക്യാഷ് ഒക്കെ ഒരു സ്ഥലത്തും ബാങ്ക് അക്കൗണ്ട് വേറെ സ്ഥലത്തും പർച്ചേസ് ഒക്കെ വേറെ ലെഡ്ജർ അക്കൗണ്ടിലും അങ്ങനെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ആഫ്റ്റർ റെക്കോർഡിംഗ് ആണ് എന്ത് തുടങ്ങുക? ആഫ്റ്റർ റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങുക. ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അത് സിമിലർ നാച്ചുറൽ ഉള്ളതെല്ലാം ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ വർക്ക് ചെയ്യുന്ന ബുക്കിനെ പറഞ്ഞ പേരാണ് ലെഡ്ജർ. ആ ചെയ്യുന്ന ലെഡ്ജർ ആർ പ്ലേസ്ഡ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ. ഓക്കെ. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ജനറൽ ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഓർമ്മയില്ലേ? എങ്ങനെ ഉണ്ടാവുക? ക്യാഷ് ആണെങ്കിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റെസിപ്റ്റ് നമ്പർ, ഡേറ്റ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, അങ്ങനെ ഓരോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. അതാണ് ജേർണൽ ലെഡ്ജറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, സമ്മറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറൈസേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ സമ്മറൈസേഷൻ സമ്മറൈസ് ചെയ്യുന്നത് ലീഡ്സ് ടു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്ന ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് സമ്മറൈസേഷനിൽ വരുന്നത്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഉണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന, നെറ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിലാണ്. ഓക്കെ. ഇത് നേരത്തെ കുറെ പറഞ്ഞ സാധനങ്ങൾ കേട്ടോ. നെക്സ്റ്റ് വൺ, അനാലിസിസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന പ്രോഫിറ്റ് ലോസ് നമ്മൾ നിന്ന് അനലൈസ് ചെയ്യുന്നത്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അതായത് നമ്മൾ ഗ്രാഫ് രൂപത്തിലും അല്ലെങ്കിൽ പിക്ചർ രൂപത്തിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസേഴ്സിനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഡാറ്റ മീനിങ് ഫുൾ ജഡ്ജ്മെന്റ്, മനസ്സിലാവുന്ന രീതിയിൽ ജഡ്ജ്മെന്റിൽ മെഷർ ചെയ്യുന്നത്. അതായത് അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അതായത് ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. നിങ്ങളെ മുതലാളി ഒരു ഡോക്ടറാണ്. നിങ്ങളെ മുതലാളിനോട് 3 വർഷം, നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് കാണാറില്ലേ? ക്രിക്കറ്റ് കാണുന്ന സമയത്ത് സ്കോർ ബോർഡ് ആണല്ലേ നിങ്ങള്? ഇത് ഫസ്റ്റ് ഓവറിൽ, ഇത് സെക്കൻഡ് ഓവർ, ഇത് തേർഡ് ഓവർ, ഫോർത്ത് ഓവർ. ഫസ്റ്റത്തെ ഓവറിൽ 10 റൺസ്, രണ്ടാമത്തെ ഓവറിൽ 15 റൺസ് എടുത്ത്, മൂന്നാമത്തെ ഓവറിൽ 3 റൺസ് എടുത്ത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഈ പിക്ചർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ 50 ഓവറിന്റെ പിക്ചറും ഉണ്ടാവില്ലേ കളിയിലൊക്കെ? എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ഓവറിലും എത്ര റൺസ് സ്കോർ ചെയ്ത് എന്നല്ല നോക്കുന്നത് അല്ലേ?
അത് നിങ്ങൾ ഇപ്പൊ 50 ഓവറിൽ നിങ്ങൾക്ക് അവിടെ നമ്മൾ കളി കാണുന്ന സമയത്ത് സ്കോർ ബോർഡ് ഉണ്ടാവും താഴെ. അതായത് ചിലപ്പം 350 റൺസ് 9 വിക്കറ്റ് ഇങ്ങനെ ഉണ്ടാവുക. 350 ഓവറിൽ 350 9 വിക്കറ്റ് പോയി എന്നല്ലേ മീനിങ്. അതൊരു പ്രസന്റേഷൻ രൂപത്തിൽ ചെയ്തത് അല്ലേ? അതേമാതിരി നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളെ കിട്ടിയിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ അസറ്റ് ലയബിലിറ്റീസ് ഒക്കെ ഒരു ഗ്രാഫ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പിക്ചർ രൂപത്തിലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ മീനിങ് ഫുൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്ന സ്റ്റെപ്പ് തന്നെ പറഞ്ഞ പേരാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതായത് നമുക്ക് സമ്മറൈസേഷനിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? സമ്മറൈസേഷനിൽ നമുക്ക് ട്രയൽ ബാലൻസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സാധനം മീനിങ് ഫുൾ രീതിയിൽ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഏത്? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അത് ചിലപ്പോൾ പിക്ചർ രൂപത്തിൽ അവിടെ ആവാം, ഗ്രാഫ് രൂപത്തിലൂടെ ആവാം, ഏത് രൂപത്തിലൂടെയും ആവാം. അതിനൊരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ ഇവിടെ വരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ഇല്ലേ നമ്മളടുത്ത് കയ്യിൽ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്ത സാധനം, അത് കുറച്ച് ആൾക്കാർക്ക് ഫിനാൻഷ്യൽ യൂസേഴ്സ് ഉണ്ട്, ബിസിനസ്സിൽ കുറച്ച് യൂസേഴ്സ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്റെ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞവരാണ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ, അതായത് നിങ്ങൾക്ക് GP എത്രയുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ എത്രയുണ്ട് എന്ന് അറിയാം. GP നെറ്റ് പ്രോഫിറ്റും അസറ്റും ലാബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അത് ബിസിനസിന്റെ യൂസേഴ്സിനെ അറിയിക്കുന്ന പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെ യൂസേഴ്സ് വരിക എന്ന് വെച്ചാൽ, ഓണേഴ്സ് വരും, മാനേജേഴ്സ് വരും, എംപ്ലോയീസ് വരും, ഇൻവെസ്റ്റേഴ്സ് വരും, ക്രെഡിറ്റേഴ്സ് വരും, എക്സെട്ര. കുറെ ആൾക്കാർ വരാനുണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ പഠിക്കും. ഇത് ഇവർക്ക് എന്തിനു വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി മേക്ക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, അപ്രോപ്രിയേറ്റ് ഡിസിഷൻ മേ ബി ടേക്കൺ അറ്റ് ദി റൈറ്റ് ടൈം. അതായത് ഓണേഴ്സിനും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ GP കുറവാണ്, ഗ്രോസ് പ്രോഫിറ്റ് കുറവാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് കൊല്ലം ഗ്രോസ് പ്രോഫിറ്റ് കൂട്ടാനുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. മനസ്സിലായോ? അതേമാതിരി ബാങ്ക് കുറെ ആൾക്കാർ ഡെപ്റ്റേഴ്സ് ഉണ്ട്, 1 ലക്ഷം രൂപ ഡെപ്റ്റേഴ്സ് ഉണ്ട് തരാൻ. ആ 1 ലക്ഷം രൂപ കിട്ടാനുള്ള മാർഗം അവർ കണ്ടെത്തും. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഡെപ്റ്റേഴ്സ് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അത് എങ്ങനെയാണ് റിക്കവർ ചെയ്യാനുള്ള തീരുമാനം അവർക്ക് കറക്റ്റ് ടൈമിന് എടുക്കാൻ പറ്റും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കണം? ബിസിനസിന്റെ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓണേഴ്സ് വരുന്നുണ്ട്, മാനേജേഴ്സ് വരുന്നുണ്ട്, എംപ്ലോയീസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അവർക്കിത് എന്തിനാ? അവർക്ക് വേണ്ടി അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ടു ബി ടേക്കൺ അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, മീൻസ് നമ്മളെ അക്കൗണ്ട്സ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കാറുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളെ പ്രിന്റഡ് ബുക്ക് എടുക്കില്ലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്താട്ടോ. മാർക്ക് ചെയ്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആ ടീം റീഡ് ചെയ്യുന്ന സമയത്തിന് പഠിക്കുക. മാർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സിസ്റ്റം അല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സിസ്റ്റം ഒന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി.
വേറെ സിസ്റ്റത്തിൽ ചെയ്തതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഹൈലൈറ്റർ ഒക്കെ ഉള്ളത്. എല്ലാവരും പേജ് നമ്പർ പറഞ്ഞോണ്ടാ, പ്രിന്റഡ് ബുക്കിലെ പേജ് നമ്പർ പറഞ്ഞോണ്ടാ. 1. ഫസ്റ്റ് പേജ് ആണോ? ഫസ്റ്റ് പേജ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? ചാപ്റ്റർ തുടങ്ങണേ ചാപ്റ്റർ തുടങ്ങുന്ന ഫസ്റ്റ് ചാപ്റ്ററില. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളിട്ട നമ്പറാണ്, എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഇത് ആരിട്ട നമ്പറാന്നുള്ളത്. കിട്ടിയില്ല, സാധനം കിട്ടിയില്ല എല്ലാവർക്കും. എല്ലാവർക്കും പേജ് നമ്പർ പറഞ്ഞാൽ മതി, അതെനിക്ക് സുഖം. ഒന്നാണ്. എന്നാ ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 1 എടുക്ക്. പേജ് നമ്പർ 1 എടുക്ക്. കേട്ടോ. അതിൽ ഫസ്റ്റ് കണ്ടോ നിങ്ങൾ, ഡെഫിനിഷൻ താഴെ കണ്ടോ, എനിക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? അതൊന്ന് മാർക്ക് ചെയ്യ് എല്ലാവരും. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതി വെക്ക് AICPA. AICPA എന്ന് പറയും. തൊട്ട താഴെയുള്ള ഡെഫിനേഷൻ മാർക്ക് ചെയ്ത്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടില്ലേ നിങ്ങൾ? അത് മാർക്ക് ചെയ്ത് വെക്കുക എല്ലാവരും. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടില്ലേ? അതൊന്ന് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യ്. മാർക്ക് ചെയ്തോ? നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പറയണം കേട്ടോ. കംപ്ലീറ്റ്. ഓക്കെ, തൊട്ട താഴെ ഐഡന്റിഫൈങ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് മാർക്ക് ചെയ്ത സാധനം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് മാർക്ക് ചെയ്യലായിരുന്നു. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്. മാർക്ക് ചെയ്യ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ റിപ്ലൈ തരുന്നില്ലല്ലോ. ഹലോ, മാർക്ക് ചെയ്തോ? അതിൽ ഫസ്റ്റ് ലൈനിൽ കണ്ട നിങ്ങൾ റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ് വിച്ച് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ അങ്ങനെ എഴുതണ്ടേ. ഓൺലി റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ് വിച്ച് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അത് മാത്രം മാർക്ക് ചെയ്യുക ആദ്യം. ഫസ്റ്റ് ലൈൻ ഫുള്ള് മാർക്ക് ചെയ്തോ. ഓൺലി ഓഫ് ദോസ് ട്രാൻസാക്ഷൻസ് events are recorded according which the
ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ട നിങ്ങൾ ക്ലിയർ? ഹലോ, അതിന് തൊട്ട് താഴെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റി പറയുന്നില്ലേ? ഇല്ലേ, എന്റെ സിസ്റ്റം ഒന്ന് മൊത്തത്തിൽ ആ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുന്നില്ലേ? ആ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിന് ആ മാർക്ക് ചെയ്ത് ജേണൽ എന്ന് മാർക്ക് ചെയ്ത് വെക്ക്. ഞാനൊന്ന് സിസ്റ്റം ഒന്ന് ഓണാക്കി കേട്ടോ. തൊട്ടത്താഴെ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടില്ല, ക്ലാസിഫിക്കേഷൻ കണ്ടോ നിങ്ങൾ? ക്ലാസിഫിക്കേഷൻ കണ്ടോ? എന്താ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന അവിടെ ഒന്ന് പറഞ്ഞോണ്ടാ, എന്നാലും എനിക്ക് സിസ്റ്റം ഒന്ന് ഹാങ് ആയിപ്പോയത്, അതുകൊണ്ടാ. പറ, എന്താ ക്ലാസിഫിക്കേഷനിൽ പറയുന്നേ? അതായത് നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ, അവിടെ ക്ലാസിഫൈ ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുന്നില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പം ഒന്ന് ഓണാക്കി കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഒറ്റ മിനിറ്റ്. സെക്കൻഡ് കേട്ടോ. നിങ്ങൾ സ്കൂളിൽ എങ്ങനെ റിവിഷനൊക്കെ എങ്ങനെ ഇതേമാതിരി ചാപ്റ്റർ ഒക്കെ പറഞ്ഞുതരോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേ, എങ്ങനെ ഉണ്ടാവല്? ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തോക്കും. ഓക്കെ, സ്പീഡാണോ? ഈ സ്പീഡ് നമ്മൾ സ്പീഡ് കൂട്ടണോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇതിപ്പോ 5 മാർക്കിന് ചോദിച്ചു വിചാരിച്ച്, അപ്പൊ നമ്മള് ഈ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യണോ? അതെ, 5 പോയിന്റ് എഴുതി വിചാരിച്ചോ, 5 മാർക്കിനെ ക്വസ്റ്റ്യനാ. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇത് ഇവിടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പി ഡി എഫ് തന്നെയാണ് അവിടെ ട്രാക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വരാന്ന്. ഇപ്പം ഫസ്റ്റ് വൺ ഇത് നിങ്ങൾ പ്രിന്റഡ് ബുക്കിലുള്ള സാധനം ഉണ്ടാവുക അല്ലേ? ഇതന്നെയല്ലത് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട സാധനം എന്താണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. എന്നാൽ നിങ്ങളിവിടെ എഴുതി വെക്കുന്ന സാധനം AICPA. എന്നിട്ട് ഈ ഡെഫിനേഷൻ ഫുള്ള് നിങ്ങൾ ഇത് പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നിങ്ങളിത് പഠിച്ചിരിക്കണം. ഈ ലൈൻ മൊത്തം നിങ്ങൾ 5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. സെക്കൻഡ് വൺ, എക്സാമിന് ഇപ്പം 5 മാർക്കിന് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ, 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് വൺ എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ സാധനം വെച്ച് കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ എന്താണ് എഴുതാന്ന്. അപ്പം ആദ്യം ഇതിനെ ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ് വിച്ച് ദ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. രണ്ടാമത് നിങ്ങൾ എഴുതി വെക്കേണ്ട സാധനം എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഡൺ ഇൻ ദ ബുക്സ്. ഒറ്റ മിനിറ്റ് കേട്ടോ, സോറി.
കുറച്ച് നേരത്തെ പറയേണ്ടിയിരുന്നു. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ AICPനെ കുറിച്ച് മാർക്ക് ചെയ്തു. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇതിനടുത്ത് ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് എഴുതി വെക്കാം. രണ്ടാമത് നിങ്ങൾ എഴുതി വെക്കേണ്ടത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറഞ്ഞ പേരാണ് ജേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് 2 പോയിന്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട ഫസ്റ്റ് പോയിന്റിൽ. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ക്ലാസിഫിക്കേഷനിൽ എന്താ പഠിക്കേണ്ടത് വെച്ചാൽ ചെയ്തത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ക്ലാസിഫിക്കേഷൻ മാർക്ക് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റെക്കോർഡ് ഡാറ്റ. നിങ്ങൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നു സിസ്റ്റമാറ്റിക് ആയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വ്യൂ ഓഫ് ബ്രിങ്ങിങ് ടുഗദർ ഐറ്റം ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറഞ്ഞ പേരാണ് തൊട്ട് താഴെ ഉണ്ടായിരിക്കും ലെഡ്ജർ. ഓക്കെ, എക്സാം ചോദിക്കാറുണ്ട് ലെഡ്ജർ. അപ്പം ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതെല്ലാം ഒരേ നാച്ചുറൽ ഐറ്റംസ് ഒക്കെ ഒരേ സ്ഥലത്ത് റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ലെഡ്ജർ. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് സമ്മറൈസേഷൻ. സമ്മറൈസേഷനിൽ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ സമ്മറൈസേഷൻ ലീഡ് ടു 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഏതൊക്കെ? ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതേമാതിരി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്, മൂന്നാമത്തത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതാണ് സമ്മറൈസേഷൻ നിങ്ങൾ ഇൻവോൾവ് ആക്കേണ്ട സാധനം. നെക്സ്റ്റ് വൺ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. എല്ലാവരും മാർക്ക് ചെയ്യും. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഫിനാൻഷ്യൽ ഡാറ്റ ക്യാരിഡ് ഔട്ട് യൂസേഴ്സിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി? മീനിങ് ഫുൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത്? ബിസിനസിന്റെ ലാഭമാണോ അല്ലെങ്കിൽ ബിസിനസിന്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഷീറ്റ്, അതിന്റെ പൊസിഷൻസ് എന്താണെന്നുള്ളത് ബിസിനസ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മീനിങ് ജഡ്ജ്മെന്റ് രൂപത്തിൽ എഴുതുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യണം അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഗ്രാഫ് രൂപത്തിലോ അല്ലെങ്കിൽ പിക്ചറിയൽ റെപ്രസെന്റേഷൻ പറയാം കേട്ടോ. പിക്ചറിയൽ റെപ്രസെന്റേഷൻ രൂപത്തിലോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അനാലിസിസ്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ബിസിനസിന്റെ ഇന്റേണൽ, അങ്ങനെ തന്നെ എഴുതി വെക്കണേ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയിട്ട് മാർക്കിനെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അപ്രോപ്രിയറ്റ് ഡിസിഷൻ മേ ബി ടേക്കൺ അറ്റ് റൈറ്റ് ടൈം. കറക്റ്റ് ടൈമിന് തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് അവർക്ക് ഇത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് ഇത് ആവശ്യമുള്ളത്. ഇതുവരെ എല്ലാവരും മാർക്ക് ചെയ്തോ? സർ. ഓക്കെ, അടുത്തതിലേക്ക് പോലെ. പോവല്ലേ? നീ ഡൗട്ട് ഉണ്ടോ? പറ, നിങ്ങൾ ഡൗട്ട് ഉണ്ടോ ഇല്ലെന്നൊക്കെ. നിങ്ങൾക്ക് ഇതൊന്നും എടുക്കൂല കേട്ടോ, ഡൗട്ടൊന്നുമില്ല. ഞാൻ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജീവൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ജീവൻ, അനാലിസിസ് ആൻഡ് എന്താ സാറേ? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് റെക്കോർഡിങ്ങും അങ്ങനെ കുറച്ച് സാറിന് ഐഡന്റിഫൈ ചെയ്യാനല്ലേ? എന്തായാലും എന്നോടൊക്കെ പറയാം. ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ തരും. ഇതിൽ ഏതാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഏതാണ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് ആദ്യം പറയാം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഒന്നെങ്കിൽ
ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസോ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ഈ 3 ഐറ്റംസ് ഉണ്ടാവില്ല. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കില്ല, ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കില്ല, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ആയിരിക്കില്ല. അപ്പൊ എന്തൊക്കെ വെച്ചാൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഓൾറെഡി നമുക്കറിയാം ബിസിനസ് തുടങ്ങുന്നത് ക്യാഷ് വെച്ചിട്ടാണ്. അത് ക്യാഷ് വെച്ചിട്ടായതുകൊണ്ട് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പിന്നെ പർച്ചേസിങ് മാനേജർ പ്രൊഡക്ഷൻ മാനേജേഴ്സിനൊക്കെ എന്ത് ചെയ്തു? ക്വാറൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ മലയാളം മീനിങ് എന്താ പറയാ? അങ്ങനെ വെച്ചാൽ അതിൽ ഒരു മാനേജർ അപ്പോയിന്റ് ചെയ്യേ അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് എടുക്കാൻ പാടില്ല? ട്രാൻസാക്ഷൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. സാധനങ്ങൾ വാങ്ങുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്താക്കി എടുക്കാൻ പറ്റും? ട്രാൻസാക്ഷൻസ് ആക്കി എടുക്കാൻ പറ്റും. ഒരു മാനേജറെ എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. റിസിഗ്നേഷൻ എന്ന രാജിവെപ്പിച്ചു. അതെന്തായിട്ട് എടുക്കാൻ പാടില്ല? ട്രാൻസാക്ഷൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. സാലറി കൊടുത്ത ട്രാൻസാക്ഷൻ ആണ്. പുതിയൊരു കോമ്പറ്റീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ന്യൂ ബിസിനസ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. പുതിയൊരു ഒരാളായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുക, മത്സരിക്കുക. പുതിയൊരു ബിസിനസ് ചെയ്തിട്ട് മത്സരിച്ചു പോവുക. അത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? ഒരാളായിട്ട് കോമ്പീറ്റ് ചെയ്യാന്ന് പറയില്ലേ ബിസിനസ്. അതിപ്പോ നമ്മൾ A+ അക്കാദമി വേറെ ട്യൂഷൻ സെന്ററായിട്ട് എന്ത് ചെയ്യുക? മത്സരിക്കുക. വേറൊരു ബിസിനസ് സ്ഥാപനമായിട്ട് എന്ത് ചെയ്യുക? മത്സരിക്കുന്ന പരിപാടി. പിന്നെ ബിസിനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുക. എംപ്ലോയീസ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഫിനാൻഷ്യൽ അല്ല, നോൺ ഫിനാൻഷ്യൽ ആണ്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഓൾറെഡി ഏകദേശം സെയിം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കണമെന്നാണ് ചോദിക്കുന്നത്. വേറെ ഒന്നല്ല, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ട്? ഫസ്റ്റ് വൺ പറ. ഫസ്റ്റ് പിന്നെ എന്തിനാടാ? ഫസ്റ്റ് വൺ മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. പിന്നെ എന്തിനു വേണ്ടാ? അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നെങ്കിൽ GP അല്ലെങ്കിൽ പറ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇതെല്ലാം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് എന്ന് കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ ഏത് നോക്കിയാൽ മതി? പറ. ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാൻ ഏത് നോക്കിയാൽ മതി? ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? എനിക്ക് എത്ര അസറ്റ് ഉണ്ട്, എനിക്ക് എത്ര ലയബിലിറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. നേരത്തെ പറഞ്ഞു യൂസേഴ്സ് പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലീഗൽ റിക്വയർമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യണം. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് നിങ്ങൾ കമ്പനിയാണ് തുടങ്ങിയതെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം നിങ്ങൾ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. നിങ്ങൾ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം നിങ്ങൾ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നെങ്കിൽ ലീഗലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ലീഗലായിട്ടുള്ള ലോസുകളാണ്. ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. കമ്പനീസ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരമൊക്കെ നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. ഇതാണ് മീറ്റിംഗ് ഓഫ് ലീഗൽ റിക്വയർമെന്റ്സ്. നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ട്സ് ത്രൂ നമ്മൾ ചെയ്യണം. പിന്നെ അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. എന്തിനാണ് മാനേജ്മെന്റ് അസിസ്റ്റൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞിട്ടുണ്ടോ? പറ. അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ് എന്തിനാണ് നിങ്ങളുടെ അക്കൗണ്ട്സ്? ഹലോ, പ്രോഫിറ്റ് ലോസ് അല്ല, ബിസിനസിന്റെ ഡിസിഷൻസ് എടുക്കാനേ. നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നില്ല? ഡിസിഷൻ ടേക്കാൻ അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം. നേരത്തെ പറഞ്ഞില്ല നമ്മള്, അപ്രോപ്രിയേറ്റ് ടൈമിൽ, കറക്റ്റ് ടൈമിന് എന്ത് ചെയ്യണം? ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് മാനേജ്മെന്റിന് ഇത് ആവശ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവര്. നിങ്ങളുടെ ബുക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റ് കേട്ടോ.
ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫംഗ്ഷനിൽ പറയുന്നത് ഫസ്റ്റ് വൺ മെയിൻറ്റെയിനിങ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. പിന്നെ ആ ദ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ഈസ് കോൾഡ് ജേണൽ. ജേണലാണ് റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അസർടൈൻമെന്റ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു പർട്ടിക്കുലർ ഇയേഴ്സിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാൻ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഈ പ്രോഫിറ്റ് ആണോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട്സ് ആണ്. ദ പർപ്പസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് കാൾഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാ മനസ്സിലാവുക, അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട് നോക്കുക, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. ഒന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. മൂന്നാമത്തത് ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ, ബിസിനസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റിൽ എന്താ ഉണ്ടാവുക, ടു ഷോ ദി വേരിയസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. വേരിയസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. ബാലൻസ് ഷീറ്റ് അറിയാലോ. ബാലൻസ് ഷീറ്റ് രണ്ടും എന്തായിരിക്കണം, ബാലൻസ് ഷീറ്റ് പ്രത്യേകത എന്താ, അസറ്റ് ഈക്വൽ ടു ബാലൻസ് ഷീറ്റ് ഈസ് ആൾവേസ് ഇതെന്താ സാധനം, തുലാസ് എന്താ ഉദ്ദേശിക്കുന്നത്, ഈക്വൽ ആയിരിക്കണം. അസറ്റ് ലയബിലിറ്റി ഈക്വൽ ആയിരിക്കണം. പിന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്. നേരത്തെ പറഞ്ഞു ബിസിനസ്സിൽ കുറെ യൂസേഴ്സ് ഉണ്ട്. ആരൊക്കെയായിരുന്നു, ഓണേഴ്സ് പറയുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് പറയുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്, ബാങ്ക് പറയുന്നുണ്ട്, എംപ്ലോയീസ് ആൻഡ് ഗവൺമെന്റ്. ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ്സ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട്, നല്ല ഗുഡ് ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ലീഗൽ റിക്വയർമെന്റിന് വേണ്ടി, അതായത് ഓരോ നിയമങ്ങൾ പറയുന്നുണ്ട്, ആ നിയമപ്രകാരം ഏതൊക്കെ നിയമങ്ങളെ പറയുന്നത് നമുക്ക് മെയിനായിട്ട് അക്കൗണ്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്, ഒന്നാമത് കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്, GST ആക്ട് പ്രകാരം പറയുന്നുണ്ട്, പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് ലീഗലായിട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അവര്. പിന്നെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ അസിസ്റ്റൻസ് ടു മാനേജ്മെന്റിന് എന്തിനാ, നേരത്തെ പറഞ്ഞു മാനേജ്മെന്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റിന് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നിങ്ങൾ പ്രിന്റഡ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് നാളത്തോടെ തീരൂട്ടോ ക്ലാസ്. നാളെ നിങ്ങൾക്ക് രാവിലെ 7 മണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. രാവിലെ 7 മണിക്ക് നാളത്തോടെ ചാപ്റ്റർ തീർക്കാം രാവിലെ. ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വൺ ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക, മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്. എഴുതിയോ? മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വൺ അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട്. കണ്ടോ? അസർടൈൻമെന്റ് ഓഫ് റിസൾട്ടിൽ കണ്ടില്ലേ നിങ്ങൾ, ഫോർ ദ പർപ്പസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റാണ് റിസൾട്ട് കണ്ടുപിടിക്കാൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റും പ്രോഫിറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും. അതിന് തൊട്ട മുകളിൽ കണ്ട് അസർടൈൻമെന്റ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ചെയ്യുന്നത് ഓർ ലോസ് സഫേർഡ് ഓൺ ദി അക്കൗണ്ട് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. അതൊരു പർട്ടിക്കുലർ ഇയറിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മൂന്നാമത് ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻസ്. ഫിനാൻഷ്യൽ പൊസിഷന് വേണ്ടിയിട്ട് ഫോർ ദിസ് പർപ്പസ് എ സ്റ്റേറ്റ്മെന്റ് ഇസ് കാൾഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർ. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതിലെന്തൊക്കെ ഉണ്ടാവും, വേരിയസ് അസറ്റ് ഉണ്ടാവും, അതേമാതിരി വേരിയസ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതേമാതിരി ക്യാപിറ്റൽ ഉണ്ടാവും. പിന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. ആരൊക്കെയാണ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, എംപ്ലോയീസ്, ഗവൺമെന്റ്. ഇവർക്കൊക്കെ എന്തിനു വേണ്ടി ടേക്കിംഗ് സൗണ്ട് ആൻഡ്
ജുഡീഷ്യസ് ഡിസിഷൻ അബൌട്ട് ദ ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവർക്ക് ഉപകാരപ്പെടും. പിന്നെ മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്. ലീഗലായിട്ടുള്ള റിക്വയർമെന്റ് ഏതൊക്കെ നിയമപ്രകാരം പറയാം നമുക്ക്? കമ്പനീസ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, GST ആക്ട് പ്രകാരം. പിന്നെ മാനേജ്മെന്റിന് എന്തിന്? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എൻഷുർ ദ എഫിഷ്യന്റ് മാനേജ്മെന്റ്. അതിന് താഴെ പറയുന്നുണ്ട് മാനേജ്മെന്റിന് എന്തിന്? പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു. അക്കൗണ്ട്സ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഹലോ ക്ലിയർ? നിങ്ങൾ ഫസ്റ്റ് പേജ് എടുക്കും, പ്രിന്റ് ഔട്ടിലെ ഫസ്റ്റ് പേജ്, ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. കണ്ടുപിടിച്ചോ? കിട്ടിയോ? ശ്രദ്ധിച്ചോ? എക്സാമിന് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 10 എടുക്കല്ലായിരുന്നു. ഒരാൾ വായിക്കോ ക്വസ്റ്റ്യൻ നമ്പർ 10? വായിക്കോ? Briefly explain any two objectives of accounting. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി എനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതിന്റെ സൈഡിൽ എഴുതി വെക്ക്. ഏതൊക്കെയാ പറയാം നമുക്ക്? ഇപ്പൊ പഠിച്ചു നമ്മള് എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് എല്ലാവരും എഴുതി വെക്ക് കേട്ടോ. പറ എന്തൊക്കെ പറയാ? പറടോ, എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇപ്പൊ പഠിച്ചു നമ്മള്? Maintaining accounting records. മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, സെക്കൻഡ് വൺ. അടുത്തത് അവിടെ എല്ലാവരും എഴുതി വെക്കണേ. അടുത്തത് Calculation of result. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കാൻ. പിന്നെ തേർഡ് വൺ Determine the financial position. ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദി ബിസിനസ്. പിന്നെ Providing ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ്. പിന്നെ നെക്സ്റ്റ് ഇനിയുണ്ട്, പറ. Legal requirements. ലീഗൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് അല്ലേ? ലീഗൽ റിക്വയർമെന്റ്സ്. പിന്നെ പറ. Assistance to management. അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ? അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തു. എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 അല്ല, ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21 കണ്ടോ നിങ്ങൾ പ്രിന്റ് ഔട്ട് ബുക്കില്? 21 കണ്ടോ? എന്താ ക്വസ്റ്റ്യൻ വായിക്കേ? ചൂസ് ദി കറക്റ്റ് സീക്വൻസ്. ഏതാ പറഞ്ഞാൽ പറ്റോ? A ആണോ? identifying, recording, classifying, summarizing. ഓക്കെ, ആൻസർ ഐഡന്റിഫൈങ്, റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട് അല്ലേ? ഓർഡർ ആണല്ലോ അത് അല്ലേ? ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 33 കണ്ടോ നിങ്ങള്? ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫെസിലിറ്റി ഓഫ് ബിസിനസ് ഡിസിഷൻ. മെൻഷൻ എനി 4 ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ പറഞ്ഞില്ല നമ്മളെ മുകളില് 4 ഒബ്ജക്റ്റീവ്സ് എഴുതാൻ എക്സാമിന്. അപ്പൊ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് തന്നെ നേരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയാൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അപ്പോഴെഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ? ഇത്ര കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നാളെ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും കാര്യങ്ങൾ പോവുക. കാരണം ഇനി നിങ്ങൾ നാളെ ആരും കംപ്ലൈന്റ് പറയരുത്, സർ ഇതൊക്കെ ഫസ്റ്റ് മുതൽ നമുക്ക് എടുത്തിട്ടില്ല,
ഈ ഫീസ് തന്നിട്ടുണ്ട്, അങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നാളെ എടുക്കാൻ പോകുന്ന കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഈ ടോപ്പിക്കാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയ ആണ് നാളെ എടുക്കുന്നത്. ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സും ആരൊക്കെയാണ് എക്സ്റ്റേണൽ, അതും കൂടി പറയാൻ എന്നാൽ കുറച്ച് വൃത്തിയായി. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. രണ്ട് യൂസേഴ്സ് നേരത്തെ പറഞ്ഞു ഞാൻ, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്നും, സ്ഥാപനത്തിന് പുറത്തുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇവർക്ക് നമ്മുടെ അക്കൗണ്ട്സ് എന്തിനാന്നാണ് അടുത്ത പഠിക്കാനുള്ളത്. ഓണേഴ്സ് പിന്നെ സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ഒക്കെ ഇന്റേണൽ യൂസേഴ്സാ. മാനേജേഴ്സ് ഇന്റേണൽ യൂസേഴ്സാ. ഷെയർ ഹോൾഡേഴ്സ് ഇന്റേണൽ യൂസേഴ്സാ. എംപ്ലോയീസ് ഇന്റേണൽ യൂസേഴ്സാണ്. ആരൊക്കെയാണ് പുറത്തുള്ള ആൾക്കാർ? ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്. എന്തിനാ ഓണേഴ്സിന് നമ്മളെ അക്കൗണ്ട്സ്? ഓണേഴ്സിന് നമ്മൾ അക്കൗണ്ട് കമ്പനി ലാഭാണോ പ്രോഫിറ്റ് നഷ്ടത്തിലാണോ ലാഭാണോ നഷ്ടം നോക്കാൻ അല്ലേ. മാനേജേഴ്സിന് എന്തിനാ? നേരത്തെ പറഞ്ഞു, എന്തിനാ? ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇല്ലടോ, ഡിസിഷൻ അതായത് പ്ലാനിങ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞ ആരാ? ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞ ഓണർ തന്നെ കേട്ടോ. അപ്പോൾ ഓണർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഓർ ലോസ്. എംപ്ലോയീസിന് എന്തിനാ? നമ്മളെ അക്കൗണ്ട്സ് നമ്മുടെ സ്ഥാപനത്തിൽ അവർക്ക് ഇൻസെന്റീവ് കിട്ടും. ഇൻസെന്റീവ് ആയിട്ടുള്ള വേജ്, ബോണസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. PF ഒക്കെ ഇവർക്ക് എംപ്ലോയീസിന് കിട്ടാനുള്ളതാ. എംപ്ലോയീസിന്റെ എമൗണ്ടാ. ഈ എംപ്ലോയീസിന് ഇൻസെന്റീവ് എന്ന് പറഞ്ഞ സാധനം, ഇൻസെന്റീവ് കൂടണമെങ്കിൽ സെയിൽസ് കൂടണം. സെയിൽസ് കൂടണോ ഇല്ലയെന്ന് നോക്കാൻ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് കൂടെ ഉണ്ടാക്കണം. അപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് കൂടെ നോക്കി കഴിഞ്ഞാൽ എംപ്ലോയീസ് മനസ്സിലാക്കും, ഓക്കെ ഈ കൊല്ലം സെയിൽസ് കൂടുതലാണ്, സെയിൽസ് കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഇൻസെന്റീവ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ്, ബാങ്കിന് എന്തിനാ നമുക്ക്? ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കിന്. ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ ആരാ? ഇൻവെസ്റ്റേഴ്സും ഓണറും ഒന്നാണോ? ഇൻവെസ്റ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒന്നാണ്. ഓണറും ഷെയർ ഹോൾഡേഴ്സും ഒന്നാണോ? അതെ. ആണോ? അതെ. ഉറപ്പിച്ചോ? അല്ലേ? ഇങ്ങനെ നോക്കാൻ പറഞ്ഞാ അല്ല. നോക്കണേ. ഓണർ ശ്രദ്ധിക്കട്ടോ. ഓണർ കുറേ രൂപത്തിൽ ഓണർ ഉണ്ട്. മൈക്ക് ഓഫ് ആര്? ആദ്യത്തെ ആള് പ്രൊപ്പറേറ്റർ എന്ന് പറയും. രണ്ടാമത് പാർട്ട്നേഴ്സ് പറയും. മൂന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സ് പറയും. പ്രൊപ്പറേറ്റർ എപ്പോഴാ വരിക? പാർട്ട്നേഴ്സ് എപ്പോഴാ വരിക? പാർട്ണർഷിപ്പില്. ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴാണ് വരിക? കമ്പനീൻ്റെ കേസിൽ. പ്രൊപ്പറേറ്റർ എപ്പോഴാണ് വരിക? നമ്മൾ സോൾ ട്രേഡിംഗ് ബിസിനസ് നടത്തുമ്പോൾ. മനസ്സിലായോ? ഇവരൊക്കെ ആരാണ്? ഓണറാണ്. പക്ഷേ മൂന്ന് സിറ്റുവേഷനിലാണ് ഓണേഴ്സ് അല്ലേ. സോൾ ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ അയാൾ പ്രൊപ്പറേറ്റർ ആണ്. പാർട്ട്നേഴ്സ് ആണെങ്കിൽ പാർട്ണർഷിപ്പിൽ ഓണേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയിലെ ഓണേഴ്സ്. അങ്ങനെ ഇതിലൊന്നും ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഓണർ ആണോ എന്നാണ് ചോദിക്കുന്നേ. ആണോ? ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഇൻവെസ്റ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ രണ്ടും ഡിഫറെന്റ് ഉണ്ട്. എന്താ ഡിഫറെന്റ് എന്ന് പറയാട്ടോ? ശ്രദ്ധിച്ചോട്ടോ. A+ അക്കാദമിന്റെ പാർട്ണർമാരാണ് ഞാനും ഷാഫി സാറും ജംഷീദും. രണ്ടുപേരും പാർട്ണറാണ്. നമ്മുടെ റൈജ ടീച്ചർക്ക് താല്പര്യം നമ്മളെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ബിസിനസ് A+ അക്കാദമി എന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റൈജ ടീച്ചർക്ക് താല്പര്യം. റൈജ ടീച്ചർ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത റൈജ ടീച്ചർ 2 കണ്ടീഷൻ പറഞ്ഞു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ റൈജ ടീച്ചറിനെ സംബന്ധിച്ചോളം ഇൻവെസ്റ്ററാണ്.
റൈറ്റ് ഇൻവെസ്റ്റർ ആവുന്ന സമയത്ത് ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാല് ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. ഷാഫിയും ഞാൻ എന്താണ് പാർട്ട്നേഴ്സ് ആണ്, ഓണേഴ്സ് ആണ്, ബിസിനസിന്റെ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ആളാണ്. പക്ഷേ ഇൻവെസ്റ്റർ എവിടെ ഉണ്ടാവുക? ഇൻവെസ്റ്റേഴ്സ് ഔട്ട്സൈഡ് ദ ബിസിനസ് ആണ്. കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റർക്ക് എന്തായാലും ലാഭമായാലും നഷ്ടമായാലും എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ടീച്ചർക്ക് ഈ 10 ലക്ഷത്തിന്റെ 10%, അതായത് 1 ലക്ഷം രൂപ മാസം കൊടുക്കണം എന്നാണ് ഇതിന്റെ കണ്ടീഷൻ. എൻ്റെ ബിസിനസ് ലാഭമായാലും നഷ്ടമായാലും എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ റൈജർ കിട്ടും. 1 ലക്ഷം രൂപ റൈജർ കണ്ടീഷനാണ്. കാരണം ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പേഴ്സൺ നമുക്ക് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമൊന്നും റൈജറിച്ചറെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. റൈജറിച്ചറെ സംബന്ധിച്ചോളം എന്താണ്? 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ആണ് 10%. ആ റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കണം. പക്ഷെ എനിക്ക് ഷാഫിക്ക് എന്നപ്പോ ലാഭം ഉണ്ടാവുക? ഓൺലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചോളം ലാഭം ഉണ്ടാവുള്ളൂ. ഔട്ട്സൈഡ് പേഴ്സൺ സംബന്ധിച്ചോളം എന്താണ്? പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നോ പ്രോബ്ലം, അയാൾക്ക് കിട്ടാനുള്ള റിട്ടേൺ കിട്ടണം. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്ന് കഴിഞ്ഞാൽ നല്ല ലാഭമുള്ള ബിസിനസ്സിലെ, നല്ല പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സിലെ എന്ത് ചെയ്യുള്ളൂ? ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാ? നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാ? അയാൾക്ക് റിട്ടേൺ കിട്ടണ്ടേ? റിട്ടേൺ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലേ? അപ്പം റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാൻ നമ്മൾ ട്രേഡ് ചെയ്യാൻ അക്കൗണ്ട് ഉണ്ടാക്കും, ട്രേഡ് ചെയ്യാൻ പ്രോഫിറ്റ് അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പം മനസ്സിലാവും കമ്പനിക്ക് ലാഭമാണ്, അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിന് എന്തിനാ നമ്മൾ അക്കൗണ്ട്സ്? എന്തിനാ? ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പഠിച്ച സാധനമാടോ, പറയ്. ലോണ് പാസ്സാക്കണമെങ്കിൽ നമുക്ക് എത്ര അസറ്റ് ഉണ്ട് നോക്കും. അസറ്റ് കൂടുതലാണെങ്കിൽ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. അസറ്റ് കുറവാണ്, ലാബിലിറ്റി കൂടുതലാണെങ്കിൽ ബാങ്ക് ലോൺ തരുമോ? ബാധ്യത കൂടുതലാണ് നമ്മുടെ ബിസിനസ്സിന്, ബാങ്ക് ലോൺ തരുമോ? ബാങ്ക് പറയും ലോൺ തരില്ല മോനെ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി കൂടുതൽ ബാധ്യത ഉണ്ട്, ഇനി ഞങ്ങളെ ബാധ്യത കൂടി ചോദിച്ചാൽ നീ തരൂല. എന്തിനാ ക്രെഡിറ്റേഴ്സിന്? ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ആരാ? ബിസിനസ് സാധനം വാങ്ങുന്ന ആൾക്കാരല്ലേ, സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാ അല്ല ക്രെഡിറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ആരാ നോക്കിട്ടോ. എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. എ എന്ന ഒരാളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു. A+ അക്കാദമി എന്ന സാധനം എ എന്ന് പറഞ്ഞ ഒരാളടുത്ത് നിന്ന് സാധനം പർച്ചേസ് ചെയ്തു. എക്ക് ഞാൻ പൈസ കൊടുക്കാനുള്ള ആളാണ്. ഞാൻ എക്ക് എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കണ്ടേ? ക്യാഷ് എന്ന് പറയുമ്പോൾ എന്റെ ക്രെഡിറ്റേഴ്സാണ്. ഈ എക്ക് എന്തിൻ്റെ അക്കൗണ്ട്സ്? ഞാൻ കടത്തിനാട്ടോ പൈസ വാങ്ങിയത്, സാധനം വാങ്ങിയത് 10,000 രൂപ. എന്തിനാ എക്കിന്റെ അക്കൗണ്ട്സ്? ഏക്കതിൻ്റെ അക്കൗണ്ട്സ്? ഹലോ, ഏക്കെന്തിനാ എൻ്റെ അക്കൗണ്ട്സ് എന്ന് പറ. ഒരു അസറ്റാണ്. ഞാൻ പറയട്ടെ. ചങ്ങന്മാര്, ഞാൻ കടത്തിനാ സാധനം വാങ്ങുന്നേ. കടത്തിന് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങി 10,000 റുപ്യക്ക്. ഈ ഏക്ക് മനസ്സിലാവണ്ട എനിക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, എന്റെ ഈ 10,000 രൂപ എനിക്ക് തിരിച്ചടക്കാൻ കപ്പാസിറ്റി ഉണ്ടോന്ന് മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യും? എൻ്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യും. ഓക്കെ, അവനക്ക് കപ്പാസിറ്റി ഉള്ള ആളാണ്, കുഴപ്പമില്ല. അവനക്ക് സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ക്രെഡിറ്റേഴ്സ് നമ്മൾ അക്കൗണ്ട്സ് വേണം. പിന്നെ ഗവൺമെന്റിന് നമുക്ക് നേരത്തെ പറഞ്ഞു, ഗവൺമെന്റിന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ടാക്സിന് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് കൂടുമ്പോൾ ടാക്സ് കൂടും. അപ്പോൾ ഗവൺമെന്റ് നമ്മൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യും. ട്രേഡ് യൂണിയൻസ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, അങ്ങനെ പഠിച്ചാൽ മതി. ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോഡൊക്കെ ഇറക്കുന്ന സമയത്ത് എത്ര ലോഡ് വന്ന് എത്ര സാധനങ്ങൾ ചരക്ക് കൂലിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് റിവ്യൂ ചെയ്യില്ല, റിവ്യൂ നോക്കുമല്ലോ. റിവ്യൂ നോക്കുന്ന സമയത്ത് നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ നല്ല റിവ്യൂ ഉണ്ടാവും എന്നൊക്കെ കണ്ടീഷൻസ് പറയുന്നുള്ളൂ കേട്ടോ.
ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? അത് നിങ്ങൾ പ്രിന്റഡ് ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്യ്, കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുന്നുണ്ട്, ഒരു സംശയം. നേരത്തെ പറഞ്ഞില്ലായിരുന്നു എക്സാമ്പിൾസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്? അങ്ങനെ പഠിക്കണം കേട്ടോ, എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലാസിഫിക്കേഷൻ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും കേട്ടോ. ഇപ്പൊ പറഞ്ഞത് ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ഇന്റേണൽ യൂസേഴ്സിൽ ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് ഒക്കെ വരും. എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്ന ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ബാങ്ക് വരുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്, ട്രേഡ് യൂണിയൻസ് വരുന്നുണ്ട്, ഒക്കെ കൺസ്യൂമേഴ്സ് എല്ലാം വരുന്നത് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 12 കണ്ടോ നിങ്ങൾ? വിച്ച് ഓഫ് ദി ഫോളോയിങ് വായിക്കോ? ക്വസ്റ്റ്യൻ നമ്പർ 12 ഒരാൾ വായിക്കോ നിങ്ങൾ പ്രിന്റഡ് ബുക്കിലെ? വായിക്കോ? ഹലോ, Which one of the following is not a business transaction? ആൻസർ പറഞ്ഞില്ലേ? Which of the following not a business transaction? Paid sons fees from will be paid sons fees from his personal account 2000. ഓക്കെ, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബോട്ട് അതാ ആൻസർ. പെയ്ഡ് സൺ ഫീ ഫ്രം ദി ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. എന്തുകൊണ്ടാ? Business transaction. Personal. മോട്ടോർ കാർ ബിസിനസ് മോട്ടോർ കാർ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി വാങ്ങി, എംപ്ലോയിന് സാലറി കൊടുത്തു ബിസിനസിന് വേണ്ടിയിട്ട്. പെയ്ഡ് സൺ ഫീ ഫ്രം ദി ബിസിനസ്, അത് ഡ്രോയിങ്സ് ആയി. പക്ഷേ അയാളെ മകന്റെ ഫീസ് അയാളെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? നോൺ ട്രാൻസാക്ഷൻ ആയിട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ്. പക്ഷേ പെയ്ഡ് സൺ ഫീ ഫ്രം ബിസിനസ് അങ്ങനെ പറഞ്ഞാൽ എന്താ? അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? തേർഡ് വൺ, ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? അല്ലേ? അപ്പൊ ഇതോ? പെയ്ഡ് സൺ ഫീ ഫ്രം ദി പേഴ്സണൽ അക്കൗണ്ട്. എടാ ചങ്ങന്മാരെ, ഈ ഡ്രോയിങ്സ് ഇവിടെ നിങ്ങൾ പറഞ്ഞു, ഡ്രോയിങ്സ് പറഞ്ഞ ബിസിനസ് ട്രാൻസാക്ഷൻ ആണല്ലേ? ആണല്ലേ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതിലേതാണ് ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദിച്ചത്. ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ്സിൽ മോട്ടോർ കാർ വാങ്ങുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് സണ്ണ് മകന്റെ ഫീസ് ബിസിനസ്സിന് അടച്ചു, അതെന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ അല്ലേ എന്ന് ആദ്യം ചോദിക്കുന്നതാണ്. മകന്റെ ഫീസ് ബിസിനസ്സിന് അടച്ചു ആണ്. എന്തുകൊണ്ട്? ഇതെന്താ? ഈ ട്രാൻസാക്ഷൻ ഡ്രോയിങ്സ് ആണ്. പേഴ്സണൽ പർപ്പസിന് വേണ്ടി, അതായത് സൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് അത് ഇങ്ങനെയാണ്, മകന്റെ ഫീസ് അയാളെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അടച്ചതാണ്. ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് നിന്ന് വിഡ്രോ ചെയ്യുന്നല്ലേ? ആണോ? പേഴ്സണൽ പർപ്പസിന് വേണ്ടി ബിസിനസ്സിനെ വിഡ്രോ ചെയ്യുന്നതല്ലേ? അല്ലേ? ആണ്. ഇവിടെ ഡ്രോയിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പർപ്പസ് പറഞ്ഞ ആരാ? പേഴ്സണൽ പർപ്പസ് ഉദ്ദേശിക്കുന്ന ആരാ? ഇത് പേഴ്സണൽ പർപ്പസ് ഉദ്ദേശിക്കുന്നത് സണ്ണിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സണ്ണിന്റെ ഫീസ് പറഞ്ഞ പേഴ്സണൽ പർപ്പസ് ആണോ? അയാളെ ഓണറെ മകന്റെ ഫീസ് പറഞ്ഞ പേഴ്സണലാണോ? അതെ. ആ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് വിഡ്രോ ചെയ്തതാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഇത് ഡ്രോയിങ്സ് പേഴ്സണൽ ആണ്. അക്കൗണ്ട്. ആ, അപ്പൊ ഡ്രോയിങ്സ് പറഞ്ഞ സാധനം എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്ക്, സണ്ണിന്റെ ഫീസ് അടച്ചു, അയാളെ പേഴ്സണൽ അക്കൗണ്ടിൽ അടച്ചു. അങ്ങനെയാണെങ്കിലോ ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ ഇല്ലേ ഞാൻ ചോദിക്കുന്നത്. മകന്റെ ഫീസ് അയാളെ അക്കൗണ്ടിൽ അടച്ചു, അയാളെ സ്വന്തമായിട്ട് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ബിസിനസ്സിൽ ഇല്ലാത്ത അക്കൗണ്ട്സിന് അടച്ചു. അതിനാൽ അതെന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ല. അതാണ് ആൻസർ. ഉണ്ടോ? പെയ്ഡ് സൺ ഫീ ഫ്രം പേഴ്സണൽ അക്കൗണ്ട്. മകന്റെ ഫീസ് അയാളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അടച്ചു കഴിഞ്ഞാൽ അതെന്തല്ല? ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ. നെക്സ്റ്റ് വൺ 26 ഇருக்கு ക്വസ്റ്റ്യൻ. 26. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. 26 ആൻസർ ഏതാ? മാനേജർ. വൈ? മാനേജർ. ഓക്കെ. യൂസേഴ്സ് 2 ഉണ്ട്. ഏതൊക്കെ? ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ ആര് വരും? മാനേജർ വരും. എക്സ്റ്റേണൽ ആര് വരും? ബാങ്ക്, ഗവൺമെന്റ് ഒക്കെ എക്സ്റ്റേണൽ വരും. ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 31. ക്വസ്റ്റ്യൻ നമ്പർ 31 പറഞ്ഞോണ്ടാ. ഐഡന്റിഫൈ ദ ഇവന്റ് നോട്ട് അമെൻമെന്റബിൾ ടു ദി അക്കൗണ്ട് ട്രീറ്റ്മെന്റ്. അക്കൗണ്ട് ട്രീറ്റ്മെന്റിൽ വരാത്ത സാധനം. സെയിൽ ഓഫ് ഗുഡ്സ് വരുമോ? സാധനം വിറ്റാ വരുമോ? വരും. സാലറി കൊടുത്താ വരുമോ? ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു, ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്തു, വരുമോ? വരൂല. വാടക കൊടുത്ത വരുമോ? വരും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തതാണ് ആൻസർ. ക്ലിയർ? അതാണ്. അതെന്താണല്ലോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇത്രേ പറയാനുള്ളൂ ഇന്ന്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ AICPA. സെക്കൻഡ് വൺ എന്താ പഠിച്ചത്? സെക്കൻഡ് എന്താണ് പഠിച്ചേ? ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ പറ ഫങ്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ഈ 3 കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുള്ളൂ. എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പം ഈ സാധനം നമ്മളുടെ നിന്ന് എന്നേക്കുമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല പഠിക്കുക. നാളെ രാവിലെ